ഓക്കെ, സോ നമുക്ക് ഈ വീഡിയോയിൽ പ്രീ സ്കെയിലിംഗ് ചെക്ക് ലിസ്റ്റിനെ കുറിച്ച് നോക്കാം. അതായത് നിങ്ങൾ സ്കെയിൽ ചെയ്യുന്നതിന് മുന്നേ ഈ ചെക്ക് ലിസ്റ്റ് നോക്കുക. ഇതൊക്കെ ടിക്കാണ്, ഗ്രീൻ ടിക്കാണ്, എല്ലാം ഓക്കെയാണ്, നമ്മളെല്ലാത്തിലും ഫിറ്റ് ആവുന്നുണ്ട് എങ്കിൽ മാത്രമേ നിങ്ങൾ സ്കെയിൽ ചെയ്യാൻ പോകാൻ പാടുള്ളൂ. അതെന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, സ്റ്റേബിൾ CPA ഓവർ 5 to 7 days സ്ട്രൈറ്റ്. അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇതിനകത്ത് കാണിച്ചു തന്നതുപോലെ നമ്മുടെ ഷീറ്റ് ഉണ്ടല്ലോ, ഇതിനകത്ത് കാണിച്ചില്ല, സ്റ്റേബിൾ ആയിരിക്കണം CPA. എന്താണോ ചില ഭയങ്കര ഹൈ പ്രോഡക്റ്റ് ആണ്, അപ്പം CPA ഒന്നും 250 കിട്ടത്തില്ല. ഇപ്പം നിങ്ങളൊരു 10,000 രൂപ 20,000 രൂപ ലക്ഷറി ബ്രാൻഡ്സ് പ്രോഡക്റ്റ്സ് ഒക്കെ സെല് ചെയ്യുന്നൊരു ക്ലയൻ്റാണ് നിങ്ങൾക്കുള്ളത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രാൻഡിന് വേണ്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത്, ചിലപ്പോൾ കിട്ടത്തില്ല. ഈ 250 രൂപയ്ക്കൊന്നും കസ്റ്റമറൊന്നും കിട്ടത്തില്ല. കുറച്ച് ആൾക്കാരല്ലേ ഉള്ളാവും. കോമ്പറ്റീഷനും അതിനനുസരിച്ച് കൂടുതലായിരിക്കും. ആ ആൾക്കാരെ ഇത് ചെയ്യാൻ വേണ്ടി, പർച്ചേസ് ചെയ്യാൻ വേണ്ടി. ഇപ്പം നോർമൽ ഹെയർ ഓയിൽ ഷാമ്പൂ ഒക്കെ ആണെങ്കിൽ എല്ലാവരും വാങ്ങുന്നതാണ്. അപ്പോൾ ഒത്തിരി ഓഡിയൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവരിൽ ആരെങ്കിലും ഒരാളെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ CPA ഒക്കെ ഇതുപോലെ ആയിരിക്കും, 250, 100, 150 ഒക്കെ ആയിരിക്കും CPA. നേരെ മറിച്ച് ഇതുപോലെ 20,000 രൂപയുടെ ലക്ഷറി എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്നൊക്കെ, ഷർട്ട് ആവാം, ഡ്രസ്സാവാം, അല്ലെങ്കിൽ 1,00,000 വാച്ച് ആയിരിക്കാം. അതൊക്കെ ഒരിക്കലും നമുക്ക് ഈ CPA ഒന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഡെയിലി 1000 രൂപയ്ക്ക് പോലും ആഡ് റൺ ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ അതിനനുസരിച്ച് ബഡ്ജറ്റ്, ഞാൻ പറഞ്ഞില്ലേ, കൂടുതൽ നമ്മൾ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 10,000 രൂപയ്ക്കായിരിക്കും ആഡ് റൺ ചെയ്യാൻ വേണ്ടി. ചിലപ്പോൾ ഒരു കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് 3,000, 4,000, 5,000 അല്ലെങ്കിൽ 10,000 പോലും ആവാം. അങ്ങനെയൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു ക്യാമ്പയിൻ ചെയ്യുമ്പോൾ എടുത്തോളണേ 1000 രൂപയ്ക്ക് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇതുപോലത്തെ നോർമൽ കേസിൽ നിങ്ങൾക്ക് അത് മതിയാവും. അതുപോലെ ഭയങ്കര ലക്ഷറി ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ 1000 രൂപയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റഡ് റിസൾട്ട് കിട്ടണമെന്നില്ല. മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ നോക്കുക എന്താണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. 200 ആണ്, 200, 500 ആണെങ്കിൽ 500, 1000 ആണ് സ്റ്റേബിളായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം സ്ട്രൈറ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഈ മാത്രമേ നിങ്ങൾ സ്കെയിൽ ചെയ്യാൻ വേണ്ടി പോകാൻ പാടുള്ളൂ. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് കറക്റ്റ് ആയിരിക്കണം. നിങ്ങൾ പർച്ചേസ് കറക്റ്റായിട്ട് പോകുന്നുണ്ടോ, ആഡ് ടു കറക്റ്റ് പോകുന്നുണ്ടോ, ചെക്കൗട്ട് പോകുന്നുണ്ടോ, കറക്റ്റ് റോയാസ് ആണോ, കറക്റ്റ് കൺവേർഷൻ വാല്യൂ ആണോ നിങ്ങളുടെ ഡാഷ്ബോർഡിൽ വരുന്നത് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾ സ്കെയിലിങ്ങിൽ പോകാൻ പാടുള്ളൂ. ട്രാക്കിംഗ് കറക്റ്റ് അല്ലെങ്കിലും സ്കെയിലിംഗ് ചെയ്യാൻ പോരുത്, അത് ഫിക്സ് ചെയ്യണം. ട്രാക്കിംഗ് കറക്റ്റാണോ എന്ന് നിങ്ങൾ നോക്കി ഫിക്സ് ചെയ്യണം. ഓക്കെ, അത് എല്ലാം പിക്സലൊക്കെ സെറ്റപ്പാണോ, കറക്റ്റായിട്ടാണോ. ഇവിടെ ഡാഷ്ബോർഡിൽ 10 പർച്ചേസ് കാണിക്കുന്നുണ്ട്, നിങ്ങളുടെ ബാക്കിൽ നോക്കിയാലും 10 കാണിക്കുന്നുണ്ടോ. ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒക്കെ മിസ് ചെയ്യാം. ഒരു 70% അല്ലെങ്കിൽ 80% ആയിരിക്കും ചിലപ്പോൾ അക്യുറേറ്റ് ആയിട്ട് വരുന്നത്. ചിലപ്പോൾ എക്സാക്റ്റ് ആയിട്ട് വരത്തില്ല. ചിലപ്പോൾ 100 ഓർഡർ എന്ന് കാണിക്കുന്ന സമയത്ത് ചിലപ്പോൾ ബാക്ക് എൻഡ് നോക്കുമ്പോൾ 90 ഓർഡറോ 95 ഓർഡറോ ഒക്കെ ആയിരിക്കും വരുന്നത്. പക്ഷേ ഒരു 80 to 90% ഓക്കെ ആയിരിക്കണം. 100% ചിലപ്പോൾ വരണമെന്നൊന്നും നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ ട്രാക്കിംഗ് ക്ലിയർ ആയിരിക്കുക. പിന്നെ നിങ്ങൾക്ക് വിന്നിങ് ക്രിയേറ്റീവ്സ് കൺഫേം ആയിരിക്കും. നിങ്ങൾ ആഡ്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം, നിങ്ങളിപ്പോൾ ഒരു ആഡ് ക്യാമ്പയിനകത്ത് തന്നെ ചിലപ്പോൾ പലതരത്തിലുള്ള ക്രിയേറ്റീവ്സ് യൂസ് ചെയ്യാം, വീഡിയോസ് യൂസ് ചെയ്യാം, ഇമേജസ് യൂസ് ചെയ്യാം, കറോസൽസ് നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പം നിങ്ങൾ നോക്കണം, കോൺസ്റ്റൻ്റ്ലി നോക്കണം ഏത് ക്രിയേറ്റീവ്സിനാണ് നിങ്ങൾക്ക് വരുന്നത്, ഏതിനാണ് കൂടുതൽ കിട്ടുന്നത് എന്നൊക്കെ നിങ്ങൾ നോക്കണം. നോക്കിയാൽ മാത്രമേ എന്ന് കൺഫേം ചെയ്തിട്ട് വേണം നിങ്ങൾ ഈ പറയുന്ന ഇതിലോട്ട് സ്കെയിലിങ്ങിലോട്ട് പോകാൻ. അതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതെ, അപ്പോൾ നമുക്ക് ഈ വിന്നിങ് ക്രിയേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇപ്പം ഞാൻ ഇതിനകത്തൊരു ആഡ് ലെവലിൽ നോക്കി കഴിഞ്ഞാൽ 1, 2, 3, 4 ആഡ് കിടപ്പുണ്ട്. ക്രിയേറ്റീവ്സാണ്, 4 ക്രിയേറ്റീവ്സാണ്, വീഡിയോസ് ക്രിയേറ്റീവ്സാണ് നമ്മളതിനകത്തുള്ളത്. അപ്പോൾ അതിൻ്റെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 1 102 പർച്ചേസ് വരുന്നുണ്ട്, 1 19 വരുന്നുണ്ട്, 1 6 വരുന്നുണ്ട്. കോസ്പർ നോക്കി കഴിഞ്ഞാൽ 270, 237, 399 ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഓക്കെ, ഇതിൽ നിന്ന് ഒരു 2 അല്ലെങ്കിൽ വിന്നിങ് ക്രിയേറ്റീവ്സ് ഉണ്ട് എങ്കിൽ നമുക്ക് അങ്ങനെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് സ്കെയിൽ ചെയ്യാം. മറ്റേ ചിലപ്പോൾ 1 മാത്രമായിരിക്കും ചിലപ്പോൾ വന്നുകൊണ്ടിരിക്കുക, വേറെ 1 ചിലപ്പോൾ വന്നുകൊണ്ട് ഇരിക്കത്തില്ല. അങ്ങനെയാണെങ്കിലും പ്രശ്നമാണ്. നിങ്ങൾക്ക് 1 വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ 2, 3 ഇതുപോലെ പല ക്യാമ്പയിൻസിൽ നിന്നും ഒരു 3, 4, 5 വിന്നിങ് ക്രിയേറ്റീവ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കെയിൽ ചെയ്യാം. അതിന് യാതൊരു കുഴപ്പമില്ല. ഓക്കെ, അതുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, വിന്നിങ് ക്രിയേറ്റീവ്സും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ ഉള്ളത് പോസിറ്റീവ് യൂണിറ്റ് എക്കണോമിക്സ് ആണ്. അതായത് ROAS ഈസ് എബോവ് യുവർ ബ്രേക്ക് ഈവൻ
പോയിന്റ്. അതായത് ബ്രേക്ക് ഈവൻ റോയാസ് എന്താണെന്ന് നമ്മൾ നോക്കണം. അത് നമ്മൾ ലൈക്ക് ഇപ്പം റോയാസ് എന്ന് പറഞ്ഞ ബ്രേക്ക് ഈവനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോയിൽ നോക്കാം. ഇപ്പം ജസ്റ്റ് ഞാനൊരു ഓവർവ്യൂ പോലെ പറഞ്ഞുതരാം. ബ്രേക്ക് ഈവൻ റോയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ 1000 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ചിലപ്പോൾ നമുക്ക് 3000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടായിരിക്കാം, ടോട്ടൽ സെയിൽസ് കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഈ 1000 രൂപ എന്ന് പറഞ്ഞാൽ ആഡിന് യൂസ് ചെയ്ത് 1000 രൂപയാണ്, ബാക്കി 2000 രൂപയുണ്ട്. ഈ 2000 രൂപയിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഉണ്ടായിരിക്കും, ഷിപ്പിംഗ് കോസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ നമുക്ക് ബാക്കിയുള്ള ഓപ്പറേഷണൽ കോസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. കാരണം എംപ്ലോയീസ് ഉണ്ട്, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് കാണും, അങ്ങനെ പല സംഭവങ്ങൾ കാണും. അപ്പോൾ എല്ലാം നോക്കിയിട്ട് നമുക്ക് ലാഭം ഉണ്ടോ എന്ന് നോക്കണം. ജസ്റ്റ് 1000 രൂപ ആഡിന് സ്പെൻഡ് ചെയ്തു, നിങ്ങൾ 2000 രൂപ കിട്ടിയെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എന്ന അർത്ഥമില്ല. പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് ഉണ്ട്, ഇതുപോലെ ബാക്കി കോസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഈ റോയസ് നമുക്കത് പ്രോഫിറ്റബിൾ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾ സ്കെയിൽ ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? അത് നമുക്ക് നോക്കാം, ഒരു നെക്സ്റ്റ് വീഡിയോയിൽ ബ്രേക്ക് ഈവൻ റോയസ് എന്താണെന്ന് നോക്കാം. പിന്നെ ഇതുപോലെ നോ ഫണൽ ലീക്സ് ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ ലാൻഡിംഗ് പേജ് കറക്റ്റ് ആയിരിക്കണം, എല്ലാം ക്ലിക്കബിൾ ആയിരിക്കണം. ആഡ്സ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നു, പക്ഷേ ക്ലിക്ക് ചെയ്ത് അകത്ത് വന്നിട്ട് ആൾക്കാർ ഇതായിട്ടില്ലെങ്കിൽ, ലൈക്ക് അവർക്ക് ആഡ് ടു കാർട്ട് ചെയ്യുമ്പം ക്ലിക്ക് ആവുന്നില്ല, ചെക്കൗട്ട് പോകുമ്പോൾ ക്ലിക്ക് ആവുന്നില്ല, പേയ്മെൻറ്റ് ഇൻറ്റഗ്രേഷൻ കറക്റ്റ് ആയിട്ടില്ല, അപ്പം ഇതുപോലെ ഇതാവാം, എന്ത് വേണമെങ്കിലും ആവാം, അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം. ലാൻഡിംഗ് പേജ് പക്കായിരിക്കണം, ഫണലുണ്ടല്ലോ, ആൾക്കാർ പോകുന്നു അല്ലെങ്കിൽ ഫോം സബ്മിഷൻ ചെയ്യുന്നു, എല്ലാം കറക്റ്റായിട്ട് ഉണ്ടാവുമെന്ന് കൂടെ നോക്കണം. നോക്കിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സ്കെയിലിങ്ങിലോട്ട് പോകുള്ളൂ. ഇതൊക്കെ ചെക്ക് പോയിൻ്റൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് പോയിൻ്റായിട്ട് സ്കെയിൽ ചെയ്യാൻ പാടുള്ളൂ.